ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പൊ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ആണ്. അത് അവർ ഹിജാബ് ഇട്ടത് കൊണ്ട് അവർക്ക് അതിലെന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ അവരുടെ റൈറ്റ്സ് വയലേഷൻ ആണ്. മുഖം കാണാത്തത് കൊണ്ട് അവരുടെ ഐഡന്റിറ്റി അവരുടെ കഴിവുകൾ അവർ ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്ന ആ വാദം എന്ത് തെറ്റാണെന്നുള്ളത്. മുഖം മറച്ച പെൺകുട്ടിയാണ് ഈ തവണ കർണാടകത്തിലൊക്കെ ടോപ്പറായിട്ട് വന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു ശബ്ദശകലാണ് ഒരു ചർച്ചയിൽ നിന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതെ, ഹിജാബ് ഇട്ട പെൺകുട്ടികൾ ഇതിൽ വരുന്നു, മുൻപന്തിയിൽ വരുന്നു പഠന മേഖലകളിൽ എന്നുള്ളത്. പ്രത്യേകിച്ചും കർണാടക സംസ്ഥാനത്തിലെ റിസൾട്ടുകൾ പ്രതിപാദിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച ചെയ്ത മാഡം ഈ വിഷയം പങ്കുവച്ചിട്ടുള്ളത്. ശരിക്ക് ഹിജാബ് ഇടുക എന്നുള്ളത്, ഹിജാബ് ധരിക്കരുത്, വിദ്യാർത്ഥിനികൾക്ക് ഇനി ഹിജാബ് പാടില്ല, വിദ്യാലയങ്ങളിൽ ഇനി ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു, നിലപാടെടുത്തിരുന്ന സ്റ്റേറ്റ് ആയിരുന്നു ശരിക്കും കർണാടക. അതെ അതെ. അവിടുന്ന് ഇത്തരം മത്സര പരീക്ഷകളിലും മറ്റു വിഷയങ്ങളിലും ഒക്കെ മുൻപന്തിയിൽ ഇവർ വരികയാണ്. അതെ, ശരിക്കും എന്താണ് അതിൻ്റെ ഹിജാബ് എന്നുള്ളത് എന്താണ്? അത് ഒരു സ്വാതന്ത്ര്യമാണ്, ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തലാണ്. നിങ്ങൾ അത് ഇടാൻ പാടില്ലത്. ശരിക്കും ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ അതിലെ നാനാജാതി ആളുകളും മതങ്ങളും വേഷങ്ങളും ഭാഷയും ഒക്കെ അതിൻ്റെ ഒരു കൂടിച്ചേരലാണ് ശരിക്കും ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ഈ ചർച്ച ഹിജാബ് ഇട്ടാലും ഹിജാബ് ഇട്ടതിന് ശേഷമാണ് അവർ മുന്നിലെത്തിയതെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സന്ദേശങ്ങൾ ശരിക്കും ആ ചിന്ത കൈമാറുന്നുണ്ട്. അതെ അതെ. ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് കൈകടത്തുക എന്നതിലപ്പുറം അവർ കൂടുതൽ പഠിച്ചത് ആ വാചകത്തെ നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റും. ഹിജാബ് ഇട്ടതിന് ശേഷമാണ് അവർ മുമ്പിലെത്തിയതെന്ന് പറയുമ്പോൾ അതിടുമ്പോൾ അവർക്ക് എന്തോ ഒരു ഫീലിംഗ്, കംഫർട്ട് ഫീൽ ചെയ്യുന്നു. ഇത് ശരിക്ക് CH ഒക്കെ പറയണ്ടല്ലോ, അന്ന് യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങി കേരളത്തിലെ മലബാറിലെ സ്ഥാപനങ്ങളിലേക്ക് തട്ടമിട്ട സ്ത്രീകൾ പോകുന്നത് കൂടുതലായിട്ട് വരണം. അപ്പോൾ ഇപ്പോൾ പല മേഖലകൾ, ഇപ്പോൾ ശരിക്കും ഇപ്പം 19 വയസ്സുള്ള ഒരു പൈലറ്റ് മലപ്പുറം പെൺകുട്ടി വന്നു. ശരിക്കും ഇത്തരം വിഷയങ്ങളിൽ പഠന മേഖലകളിൽ പ്രത്യേകിച്ചും നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ബോയ്സിനേക്കാൾ കൂടുതൽ ഗേൾസാണ് ശരിക്കും ഇത്തരം വിഷയങ്ങൾ മുമ്പിലുള്ളത്. പക്ഷെ ഇവിടെ ഒരു ഹിജാബ് ഇത്തരം പഠന മേഖലകളിൽ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത്, ആ വിഷയത്തെ പലപ്പോഴും പലരും അവരുടെ വർഗീയപരമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് വരുന്ന സംഗതികളാണ്. അതിട്ടിട്ട് ഒരു മുമ്പിലെത്തി എന്ന് പറയുമ്പോൾ അതിടുന്നത് എന്തോ ഒരു കുഴപ്പം എന്നുള്ളൊരു റീഡിങ് അവരുടെ മൈൻഡ് സെറ്റിൽ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെയാണ് ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുമ്പോൾ തന്നെ. അപ്പോൾ ശരിക്കും ഇപ്പോൾ നേരെ തിരിച്ചാലോചിച്ച് നോക്കുക, മറ്റേതെങ്കിലും മതസ്ഥരായിട്ടുള്ള നല്ല മതപരമായി നല്ലോണം എല്ലാ സംഗതികളും പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അവർ മുമ്പിലെത്തുമ്പോൾ ഈ ചർച്ച വരില്ല. ഇതെന്തോ ഒരു പ്രശ്നം ആണ് എന്ന ഒരു വരുത്തൽ ആ ഒരു ചർച്ചയിൽ കൊണ്ടുവരൽ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതല്ലേ, ഹിജാബ് ഒരിക്കലും മുന്നോട്ടുള്ള അല്ലെങ്കിൽ പഠനത്തിനോ അതേ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് തടസ്സമല്ല. ഹിജാബ് എന്നുള്ളത് സ്ത്രീകൾക്കുള്ളൊരു പ്രൊട്ടക്ഷനാണ്. അതിപ്പോൾ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദാലിക അദ്നാ അൻ യുറഫ്ന വലാ യുദൈൻ. അവർ തിരിച്ചറിയപ്പെടാനും അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ഏറ്റവും നല്ലതാണ് അവരുടെ മൂടുപടം, അത് ഹിജാബ് അത് താഴ്ത്തിയിടട്ടെ എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജാബ് ധരിച്ചു എന്നത് പഠനത്തിന് എന്തല്ല, തടസ്സമല്ല. ഹിജാബ് ഇട്ട കുട്ടികളും ഹിജാബ് ഇടാത്ത ആളുകളെക്കാളും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇസ്ലാം മതം മതവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിനും കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. എൻ്റെ ഒരു അനുഭവത്തിൽ, ഞാൻ മുമ്പ് ഒരു സ്ഥാപനത്തിൽ ഒരു കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്നും ഒരു പെൺകുട്ടി ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് ഏതാണ്ട് ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും അവരെത്തുള്ളൂ. ലാസ്റ്റ് പീരീഡ് തുടങ്ങുമ്പോഴേക്കും അവർ പോവുകയും ചെയ്യും. അപ്പോൾ ഇത് എന്നും ഇങ്ങനെ ആയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ ക്ലാസ്സുമാണ്. അപ്പോൾ ഞാൻ സ്റ്റാഫിൽ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ ഒരു മൂലി പറഞ്ഞു, അതെ സാറേ, അത് നിങ്ങൾ വിഷയാക്കണ്ട,
എന്നിട്ട് ഈ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം കല്യാണം കഴിഞ്ഞ് 3 മക്കളുള്ളൊരു പെണ്ണാണ്. രാവിലെ ഭർത്താവിന് ജോലിക്ക് പോകാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിനെ ഒരുക്കി പറഞ്ഞയക്കണം. ബാക്കിയുള്ള ഓരോ മക്കളെയും പറഞ്ഞയച്ച് ചെറിയ കുട്ടിയെ അംഗനവാടിയിൽ ഏൽപ്പിച്ചിട്ട് വേണം സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും ഈ പെൺകുട്ടിക്ക് പഠിക്കാൻ വരാൻ. എന്നിട്ട് അംഗനവാടി വിടുന്നതിന് മുമ്പ് ഈ കുട്ടിയെ തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എത്തും വേണം. അങ്ങനെയാണ് ഈ കുട്ടി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് ഇവർ പറയാ ഈ കുട്ടിയുടെ സഹോദരൻ മുമ്പ് സ്കൂളിലേക്ക് കിലോമീറ്ററുകൾ നടന്നു പോകണം. ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പ്രയാസപ്പെട്ടൊരു വഴിയാണ്. അപ്പോൾ അവിടുന്ന് ചാടിക്കടന്ന് ആ വഴി താണ്ടിയിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക്. സ്കൂളിൽ നല്ല മാർക്കുള്ള കുട്ടിയാണ്, പക്ഷേ ഇവൻ കറക്റ്റ് പ്രോപ്പറായിട്ട് ക്ലാസ്സിലെത്തൂല, നേരം വൈകി വരും. ഇതൊക്കെയാണ് ഇവൻ്റെ അവസ്ഥ. അവസാനം അധ്യാപകർ ഇവനെ വീട്ടിലൊന്ന് പോയിട്ടൊന്ന് ശരിയാക്കാൻ വേണ്ടി ഇവനൊന്നായിട്ട് വീട്ടിലേക്ക് പോയി. ഒറ്റ പ്രാവശ്യം വീട്ടിലേക്ക് വന്നപ്പോൾ ഇവർ പിന്നെ ഒന്നും പറയാനില്ല. ആ രൂപത്തിൽ പഠനത്തിന് ഒരുങ്ങി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹിജാബ് എന്നുള്ളത് എന്തല്ല, പഠനത്തിനൊരു തടസ്സമല്ല. ശരിക്കും അതിൽ പിന്നെ ആ വോയിസിൽ പറയുന്നുണ്ട് അവകാശത്തെ ഹനിക്കലാണ് എന്നുള്ളൊരു വിഷയം പറയുന്നുണ്ട്. മുഖം മറക്കുന്നത് ശരിക്ക് നേരെ തിരിച്ചാലോചിച്ചാൽ എൻ്റെ മുഖം എനിക്ക് മറക്കണം എന്ന് ഒരാൾ തീരുമാനിക്കുന്ന റൈറ്റിനെ ആണ് എന്ത് ചെയ്യണത് മറക്കരുത് എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സംഗതി. പലപ്പോഴും ഇത് ചർച്ചയാകുമ്പോൾ ഒരാൾക്ക് മതപരമായി ഉള്ള വിഷയത്തെ പാലിക്കാനും അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം അത് കൊടുക്കുക എന്നുള്ളത് നിലയിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ ശതമാനമൊക്കെ ഇത്തരം വിഷയങ്ങളെ എടുത്തു പറഞ്ഞ് പലപ്പോഴും പല തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്, അക്രമങ്ങളൊക്കെ നടത്താറുണ്ട്. അത് മാറ്റിവെച്ചാൽ പിന്നെ ഇത്തരം വിഷയങ്ങൾ ഹിജാബ് എന്നുള്ളത് ഇപ്പോൾ ഈ പിന്നെ വിജയത്തിൽ പിന്നെ ഹിജാബ് ഒരു തടസ്സമല്ല. റൈറ്റ് എന്ന് പറയുന്നത് അത് ധരിക്കാനുള്ളൊരു അവകാശം ശരിക്ക് വകവെച്ചു കൊടുക്കാൻ പലരും വിസമ്മതിക്കുന്നു എന്നുള്ളൊരു സംഗതി നമുക്ക് കാണാം. പക്ഷെ അതിനൊക്കെ മറുപടിയാണ് ശരിക്കും ഇത്തരം വിജയങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക. അത് ഹിജാബ് ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഇതിനുള്ള മറുപടി ഈ രൂപത്തിലേക്ക് കൊടുക്കാൻ. പിന്നെ ഒരു ഫീഡ്ബാക്ക് വന്നു, ഇല്യാസ് ചിറ്റരിപ്പറമ്പ അവർ പറഞ്ഞത് കുറേയൊക്കെ നമുക്ക് അനുഭവപ്പെട്ട സംഗതിയാണ്. ഹിജാബിന്റെ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ വളരെ അലംഭാവം കാട്ടുന്നു, എന്നാൽ കേരളം വിട്ടാൽ മിക്ക സ്ഥലത്തും മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ഇടൽ വ്യാപകമാണ് എന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അത്തരം ഒരു സംഗതിയെ പലപ്പോഴും അത്ര തന്നെ ഗൗരവത്തിലെടുക്കാത്ത ഒരു രൂപത്തിലാണ് കാണാറുള്ളത്. ഏതായാലും വിദ്യാഭ്യാസ മേഖലയിൽ അതേപോലെ ജോലി സംഗതികളിലൊന്നും ഇത്തരമൊരു വിഷയം മതപരമായിട്ടുള്ളൊരു വേഷമോ സംഗതികളോ ഒന്നും ഒരു തടസ്സമല്ല, അതൊരു വിഷയമാക്കേണ്ട സംഗതിയല്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്, മകുടോദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സൗണ്ട് ക്ലിപ്പിൽ ഒരു സംസാരത്തിലെ ഭാഗത്തിൽ നമ്മൾ എടുത്ത ഭാഗമാണ്. അപ്പോൾ ആ ഒരു ശരിക്ക് പിന്നെ വർഗീയമായിട്ടുള്ള ഉള്ളിലുള്ള ചിന്തയാണ് എന്ത് ചെയ്യേണ്ടത്, വർഗീയമായിട്ടുള്ള അത്തരം വിഷലിപ്തമായിട്ടുള്ള സംഗതികളെയാണ് എടുത്തു കളയേണ്ടത്. അത് എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യത്തെ എല്ലാവർക്കുമുള്ള അവകാശത്തെ വകവെച്ചു കൊടുക്കുന്നിടത്ത് നമ്മുടെ മനസ്സ് പാകപ്പെട്ടാൽ പിന്നെ ഇതൊരു വലിയൊരു വിഷയമാവേണ്ട സംഗതി ചർച്ചയെ വരില്ല. ശരിക്കും ഇത് ബോധപൂർവമുള്ള ചർച്ച കൊണ്ടുവരലാണ് എന്നാണ്. ഇത്തരം ഒരുപാട് പ്രൊപ്പഗണ്ടകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം. പക്ഷെ അതിൽ പിന്നെ പല ആളുകളും അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇതിനെ പ്രതിരോധിക്കാൻ ഹിജാബ് ഇടാത്ത ആളുകൾ തന്നെ. ഇപ്പൊ ഹിജാബ് ഇടാത്ത ഒരു സ്ത്രീയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതെ അത് ഇത് ഇവിടെ നമ്മളെ റേഡിയോയിൽ തന്നെ ലൈവിന്റെ ഭാഗത്ത് ചിന്തയിൽ എനിക്കൊണ്ട് മുമ്പ് വന്നിട്ടുണ്ട്. ഏതൊരു സെലിബ്രിറ്റി എനിക്കൊണ്ട് നമ്മൾ ലൈവിലുള്ളതെന്നാണ്, ഞാൻ ലൈവുള്ള സമയത്താണ് സെലിബ്രിറ്റി പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് ഇത് ഉപയോഗിക്കാറ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞുണ്ടായത് നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ്. അതെ, അപ്പോൾ എന്താ ചോദിച്ചാൽ കൂടുതൽ സേഫ്റ്റി തോന്നും, കുറെ പിന്നെ കംഫർട്ടാണ് എന്നൊക്കെയാണ്. ഇത് നമ്മൾ മതപരമായ വിഷയം പറഞ്ഞു കൊടുക്കുമ്പം ആരും പിന്നെ അത്ര ഗൗനിക്കാത്തൊരു വിഷയമാണ്. നേരെ മറിച്ച് ഇത്തരം ആളുകൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ടല്ലേ എന്നുള്ള രൂപത്തിൽ അത് അവരെ അനുഭവിച്ചറിയാണ്. അതെ, കേരളത്തിന് പുറത്തു പോയാലും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇത് പിന്നെ മുഖം തല ഒന്നായിട്ട് മറക്കുന്നവരുണ്ട്. അപ്പോ അതൊന്നും ഒരു പിന്നെ വർഗീയ വേർതിരിവിന് അജണ്ടയാക്കി അല്ലെങ്കിൽ ഒരു കാരണമാക്കി കൊണ്ടുവരേണ്ടതില്ല. ഹിജാബ് ഇട്ട് എന്നത് എന്തല്ല, ഒരു മുസ്ലിം സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പൊതുമേഖലയിലുള്ള പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ തടസ്സമല്ല. അത് അവളുടെ ഒരു സേഫ്റ്റിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.